أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 179ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇനി നമുക്ക് ഓൺലൈനായി ഒരു ക്ലാസ്സാണ് ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ളത്. അതിനുശേഷം നമ്മൾ ഒത്തുകൂടും ഇൻഷാ അള്ളാഹ്. ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഈ ഖത്മിൻ്റെ ദുആ മജ്ലിസ് നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതാവാൻ തീർച്ചയായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖത്മ് തീരുന്ന സമയത്തുള്ള ദുആ ദഅവത്തും മുസ്തജാബഹ, ഇജാബത്തുള്ള ദുആ ആണെന്ന്. അത് നമ്മുടെ ആദരണീയരായ സാദാത്യങ്ങളുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കൂടിയാകുമ്പോൾ പറയണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ സംബന്ധിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു അതെല്ലാം വൻ വിജയമാക്കി സ്വീകരിക്കട്ടെ. രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ കൂടെ വരുന്ന ആളുകളുടെ എണ്ണവും പേരും കൂടെ ചേർക്കണം ഇൻഷാ അള്ളാഹ്. നമ്മുടെ സംഗമം രാവിലെ 10 മണിക്ക് ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഇൻഷാ അള്ളാഹ് 1 മണി 1:30 മണിയോടുകൂടി ഇൻഷാ അള്ളാഹ് പിരിയാമെന്നുമാണ് പ്ലാൻ ചെയ്യുന്നത്. സമയമൊക്കെ ചിലപ്പോൾ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ. ഓക്കെ, ഏതായാലും മലപ്പുറം മഅ്ദിനിലേക്ക് നിങ്ങളൊക്കെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ആ മുബാറക്കായ മജ്ലിസിൽ ഒത്തൊരുമിക്കാൻ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രമാണ് ഈ സമയത്ത് ദുആ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സൂറത്തുകളുടെ പാരായണത്തിലേക്ക് തന്നെ വരാം. ഇന്ന് നമ്മൾ ഓതുന്നത് സൂറത്തുൽ ഖദർ ആണ്. സൂറത്തുൽ ഖദർ 179ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ ഖദർ കൊണ്ടാണ് തുടങ്ങുന്നത്. സൂറത്തുൽ ഖദർ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. നമ്മൾക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ കേൾക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ. ആ സൂറത്തിൻ്റെ മഹത്വങ്ങളൊന്നും പറഞ്ഞാൽ തീരൂല. വളരെ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വുളൂ ചെയ്തതിന് ശേഷം, നോക്കിയേ, വുളൂ ചെയ്തതിന് ശേഷം ഹദീസിലൊക്കെ കാണാം, വുളൂ ചെയ്തതിന് ശേഷം 3 തവണ ഒരാൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് ഓതിയാൽ അവൻ അംബിയാ മുർസലീങ്ങളോടൊപ്പമായിരിക്കുന്നതാണ്, നബിമാരോടൊപ്പമായിരിക്കുന്നു. 1 തവണ ഓതൽ പതിവാക്കിയ ആളാണെങ്കിൽ കാന മഅ സിദ്ദീഖീൻ, അവൻ ഔലിയാക്കന്മാരോടുകൂടെയായിരിക്കും. 2 തവണ ഓതിയാൽ അത് കാന മഅ ശുഹദാ, ശുഹദാക്കളോടൊപ്പമായിരിക്കും. 3 തവണ ഓതൽ പതിവാക്കുന്ന വ്യക്തി കാന മഅൽ അംബിയാ വൽ മുർസലീൻ. വുളൂ ചെയ്തതിന് ശേഷം എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും നമുക്ക്, അല്ലേ? വുളൂ ചെയ്തിട്ട് നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ മുസല്ലയിലേക്കെത്തി നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആ കുറച്ച് സമയമുണ്ടല്ലോ, ധാരാളം മതി. അതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ എത്ര പുണ്യമാണ്, എത്ര പുണ്യമുണ്ട്. വിത്ർ നിസ്കാരം, ഓക്കെ,
വിത്ർ നിസ്കാരം 3 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടത് എന്താണ്, ഓരോ ഈ 2 റക്അത്തിലെയും ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഖദ്റും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും ഓതൽ സുന്നത്താണെന്ന് ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് അല്ലേ. വുളു ചെയ്തു തീർത്ത് ഓത് 3 സൂറത്തുൽ ഖദ്ർ, ശുഹദാ സിദ്ദീഖ് അംബിയാ ഇൻചാരയ പവർ. വുളു ചെയ്തു തീർത്ത് ഓത് 3 സൂറത്തുൽ ഖദ്ർ, ശുഹദാ സിദ്ദീഖ് അംബിയാ ഇൻചാരയ പവർ. നീ വാഹനത്തിൽ കയറിയാൽ ഇത് ഓതണേ പതിവ്, ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ഷെയർ. അള്ളാഹുവിൻ്റെ പോരിശക്കലാം ഖുർആൻ, അതു മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. ഇങ്ങനെ ധാരാളം. മൻ ഖറഅ സൂറത്തുൽ ഖദ്ർ, ഒരാൾ സൂറത്തുൽ ഖദ്ർ ഓതിയാൽ ഉഅ്തിയ മിനൽ അജ്രി കമൻ സാമ റമളാന വഅഹ്യാ ലൈലത്തുൽ ഖദ്ർ. റമളാൻ 30 ദിവസവും, അതായത് റമളാൻ മുഴുവനും സുസുന്ദരമായ നോമ്പ് നോറ്റ ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം തീർന്നില്ല. ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കിയ, ലൈലത്തുൽ ഖദ്റിനെ സജീവമാക്കിയ ഇബാദത്തുകളെ കൊണ്ട്, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, നിസ്കാരം, ഇങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ആൾ, അവർക്ക് കിട്ടുന്ന പ്രതിഫലം സൂറത്തുൽ ഖദ്ർ ഓതിയ ആൾക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് സൂറത്തുൽ ഖദ്ർ ഒന്നോതാം. സൂറത്തിൻ്റെ അവസാനത്തിൽ തക്ബീർ മറക്കാനും പാടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്നാ മദ്ദുണ്ട്, ശദ്ദുണ്ട് അല്ലേ. അൻസൽനാഹു ഇഖ്ഫാ ഉണ്ട്. ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ശഹ്ർ എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. തനസ്സലുൽ മലായികതു, മദ് മുത്തസിലാണ്, ഒഴിവാക്കാൻ പാടില്ല. വർ-റൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. റാഇന് തഫ്ഖീം. ഇനി നമുക്ക് ഒരുമിച്ച് നോക്കി എല്ലാവരും ഒപ്പം ഓതണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر.
സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ബയ്യിന നിസ്കാരത്തിലൊക്കെ ഓതാവുന്ന സൂറത്താണ്. പക്ഷേ പലരും ഇത് ഓതി കേൾക്കുന്നില്ല. ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽ കുറച്ച് വലിയ ആയത്തുകളുള്ള സൂറത്തായത് കൊണ്ടാണോ എന്തോ അറിയില്ല. ഇതൊക്കെ നമ്മൾ ഓതണം. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത ലം യകുനിൽ ലദീന കഫറു. ഒരു ഹദീസാണ് പറയുന്നത്, ഒരാൾ ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്ത് ഓതിയാൽ കാന യൗമൽ ഖിയാമത്തി മഅ ഖൈരിൽ ബരിയത്തി മസാഅ വ മഖീല. അന്ത്യനാളിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സജ്ജനങ്ങളോടൊപ്പമായിരിക്കും ഉണ്ടാവുക. അന്ത്യനാളിൻ്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, അതുമുതൽ തീരുമാനമാകുന്നത് വരെ, ലാസ്റ്റ് വരെ അവൻ ആരെ കൂടെ ഉണ്ടാവുക? ഖൈരിൽ ബരിയ, സജ്ജനങ്ങളോടൊപ്പം മാത്രം. വേറെ ആരെയും അവന് കാണാൻ കഴിയില്ല. അവൻ എപ്പോഴും നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക. എന്താ അതിലും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് നമുക്ക് ആ സൂറത്തൊന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه لا إله إلا الله والله أكبر ولله الحمد. ഓക്കെ എങ്ങനെയാ? لم يكن الذين كفروا من أهل الكتاب. من أهل الكتاب يعني من أهل الله. والمشركين منفكين إخفاء വേണം. حتى تأتيهم البينة رسول من الله. പിന്നെ എന്താണ്? يتلو صحفا صادന് ഹാഇനൊക്കെ ضمة صحفا مطهرة مطهرة طهرة فيها كتب قيمة. إخفاء الواكر فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. ഒരുമിച്ച് ആയത്ത്. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. പിന്നെയോ അടുത്ത ആയത്തിൽ ശരിക്കും ശ്രദ്ധിക്കാനുള്ളത്, കുറേ ആളുകൾ وما أمروا إلا ليعبدوا الله مخلصين له الدين എന്ന് പറഞ്ഞ് അവിടെ നിർത്തും.
എന്നിട്ട് ഹുനഫാ വ യുഖീമുസ്സലാത്ത എന്ന് തുടങ്ങാറുണ്ട്. അത്ര നല്ല പരിപാടിയല്ല. അങ്ങനെ നിർത്തേണ്ട ആളുകൾ കഴിയുമെങ്കിൽ യുഅ്തു സക്കാഹ് എന്നതുവരെ എത്തിക്കുക, ഇല്ലെങ്കിൽ ഹുനഫാ അവിടെ നിർത്തുക. ഓക്കെ ഓക്കെ. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء. اوكي. ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أردتو إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها. ഒരുമിച്ച് എല്ലാവരും ഉണ്ടാണേ. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. ഒരുമിച്ച് إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. ഇനി ബാക്കി നോക്കിയേ. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار പിന്നെയോ خالدين فيها أبدا رضي الله عنهم ورضوا عنه. അതൊപ്പം رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. يعني ذلك لمن خشي ربه. سورة الزلزلة. سورة الزلزلة അല്ലേ? സൽസല സൂറത്ത് പലപ്പോഴും നിസ്കാരത്തിലൊക്കെ നമ്മൾ പതിവായി ഓതുന്ന സൂറത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ സൂറത ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ എന്ന സൂറത്ത് ഒരാൾ ഓതിയാൽ എത്ര വട്ടം എന്നറിയോ? 4 മറാത്തിൻ, 4 തവണ. കാന കമൻ ഖറഅൽ ഖുർആന കുല്ലഹ്, അവൻ ഖുർആൻ മുഴുവൻ ഓതിയവനെ പോലെയാണ്. അതായത് 4 തവണ ഈ സൂറത്ത് ഓതിയാൽ ഖത്മ് തീർത്ത പ്രതിഫലമാണ്. ഖുർആൻ കുല്ലും, അതായത് ഖുർആൻ ഫുള്ളും, ഖുർആൻ മുഴുവനും ഓതിയവനെ പോലെയാണ്. അത്ര പ്രതിഫലമുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ എന്ന സൂറത്ത് ഓതിയാൽ. ഓതിയല്ലോ? നമുക്ക് ഓതല്ലേ? നമ്മുടെ ഓത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിരുന്നോ എന്നതാ ഇപ്പം ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره لا إله إلا الله والله أكبر ولله الحمد. أوكي. إذا زلزلت الأرض زلزالها. يعني إذا زلزلت الأرض زلزالها. എവിടെ നിർത്തുന്നത്? അലിഫിൽ.
ഹ ഉണ്ടാവാൻ പാടുണ്ട് അവസാനം ഇല്ല. സിൽസാലഹ ശബ്ദം വേണം, അല്ലാതെ സിൽസാലഹ സാനൊന്ന് പിടിച്ചു വെച്ചിട്ട് പറയുന്ന ആളുകളുണ്ട്. സാക്ക് ആ സഫീർ കൊടുക്കാതെ. പക്ഷി സ്വരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. വഅഖ്റജത്തിൽ അർദു ആണ്. വഅഖ്റജത്തിൽ അർദു തില്ലർദു അല്ല. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. വഖാലൽ ഇൻസാനു മാ ലഹാ. വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു. പിന്നെന്താ? അഖ്ബാറഹാ. യൗമഇദിൻ തുഹദ്ദിസു. ഇഖ്ഫാ മറക്കരുതേ. അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അടുത്ത ആയത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. യൗമഇദിൻ എന്ന് കഴിഞ്ഞ് യസ്ദുറു എന്നാണ്. സ്വാദും ദാലുമാണ്. ഏതാണ്? സ്വാദും ദാലും. അവിടെ കുറേ ആളുകൾ സീനും താവും പറഞ്ഞിട്ട് യസ്തുറുന്നാസു, യൗമഇദിൻ യസ്തുറുന്നാസു. ഇനി ചില ആളുകൾക്ക് യസ് എന്ന് സ്വാദ് വന്നാലും യസ്തുറു യസ്തുറു പറ്റില്ല, രണ്ടും രണ്ടാണ്. യൗമഇദിൻ യസ്ദുറുന്നാസു ട്ടാ അശ്താതൻ ലിയുറൗ അഅമാലഹും. ഇനിയോ فمن يعمل مثقال ذرة خيرا يره. എങ്ങനെ? فمن يعمل مثقال ذرة خيرا يره. അടുത്ത ആയത്ത് ومن يعمل مثقال ذرة شرا يره. ഇവിടെ ഒരു രസമുണ്ട്. എന്താ അറിയോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ. പിന്നെന്താ? ദർറത്തിൻ കഴിഞ്ഞ് ഖൈറൻ എന്നല്ലേ? അവിടെ ഇൽഹാറാണല്ലോ നിയമം. ഇൽഹാറല്ലേ? എങ്ങനെ ഇൽഹാർ? ഹൽഖിൻ ഹർഫുകളാറാണ്. എങ്ങനെ? ഹൽഖിൻ ഹർഫുകളാറാണ്. അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹാഉൻ ഹാഉൻ ഐനുൻ ഗൈനുൻ ഖാ എന്നിവയാണ്. ഉണ്ടോ? ഖ ഖൈറൻ ഇൽഹാറാണ്. ദർറത്തിൻ ഖൈറൻ യറഹ്. ഇനി അടുത്ത ആയത്തിൽ നോക്കി. ദർറത്തിൻ അവിടെ ഷർറൻ എന്നാണ്, ഷീനാണ്. അവിടെ ഇഖ്ഫ ആണ്. കുറേ ആളുകൾ, കുറേ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ പോകുന്നത് കേട്ടിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും. ദർറത്തിൻ ഷർറൻ യറഹ് എന്ന് ഇൽഹാറാക്കിയിട്ട് പറ്റുമോ? നിങ്ങളൊക്കെ എങ്ങനെ ഓതിയിരുന്നു എല്ലാവരും? ഓർമ്മ വരുന്നില്ല അല്ലേ? ഞാനിപ്പോൾ എങ്ങനെ ഓതിയിരുന്നത്? ദർറത്തിൻ ഷർറൻ എന്നാണോ അതോ ദർറത്തിൻ ഷർറൻ എന്നാണോ എന്നുപോലും നമുക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും നിങ്ങൾ വേറെയുള്ള ആളുകളുടെ ഖിറാഅത്തുകൾ കേട്ടു നോക്കുകൊണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ചില ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അയാൾ തജ്വീദ് ശ്രദ്ധിക്കുന്ന ആളാണോ അഹ്കാമുകളൊക്കെ പാലിക്കുന്ന ആളാണോ എന്നുള്ളത് വേഗം മനസ്സിലാവും. അതുകൊണ്ട് فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ട്ടോ യറഹ് നിർത്തിയപ്പോൾ മാഷാ അല്ലാഹ്. ഇനിയൊരു സൂറത്തും കൂടെ ഓതാം നമുക്ക്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ആദിയാത്ത്. ആദിയാത്ത് സൂറത്തിന് പ്രത്യേകത ഉണ്ട്. 100-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. ആരെങ്കിലും നോക്കിയിരുന്നോ? ഖുർആനിൽ 114 സൂറത്തുണ്ട്. 1 ഫാത്തിഹ, 2 അൽ ബഖറ, അങ്ങനെ വന്ന് 114 ഏതാ? സൂറത്തുൻ നാസ്. 113 ഏതാ? സൂറത്തുൽ ഫലഖ്. അങ്ങനെ മേലേക്ക് വന്നാൽ 100-ാമത്തെ സൂറത്ത് കാണും. ഏതാ 100-ാമത്തെ സൂറത്ത്? സൂറത്തുൽ ആദിയാത്ത്. അതാണ് നമ്മൾ ഇനി ഓതുന്നത്. അപ്പോൾ നമ്മളിതാ 100-ാമത്തെ സൂറത്ത്. ഇനി ചെറിയ സൂറത്തുകളാണ് 14 ബാക്കിയുള്ളത്. സൂറത്തുൽ ആദിയാത്ത് അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത വൽ ആദിയാത്ത്, ഒരാൾ സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്താൽ ഉഅ്തിയ മിനൽ അജ്രി 10 ഹസനാത്തിൻ ബിഅദദി മൻ ബാത ബിമുസ്ദലിഫത വശഹിദ ജംആ. എന്താ പറഞ്ഞു മനസ്സിലായോ? ഹജ്ജിന് പോയ ഒരു കൂട്ടത്തിലില്ലേ? ഇല്ലേ? ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജിന് പോവാത്ത കുറേ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹജ്ജിന് പോകാനുള്ള ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹജ്ജും ഉംറയും ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് മദീനയിൽ ചെന്ന് നേരിട്ട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പോൾ മുസ്ദലിഫയിലും അറഫയിലൊക്കെ എത്ര ആളുകളുണ്ടാവും? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ, എണ്ണി നോക്കാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും അല്ലേ? അതൊരു വർഷം, അത് ഒരു വർഷം. 2 വർഷം കൂടുമ്പോൾ എത്ര ആവും? ഇതിൻ്റെ ഡബിളാവൂലേ അല്ലേ? എന്നാൽ സൂറത്തുൽ ആദിയാത്ത് ഒരാൾ പാരായണം ചെയ്താൽ അറഫയിലും മുസ്ദലിഫയിലും ചെന്നു നിന്ന ആളുകളുടെ എണ്ണം ഗുണിക്കണം 10. യാ റബ്ബ്! അറഫയിലും മുസ്ദലിഫയിലും എത്ര മനുഷ്യർ ഇതിനിടയ്ക്ക് നിന്നിട്ടുണ്ടോ, അവിടെ ചെന്നിട്ടുണ്ടോ, അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്ര സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തുന്നതാണ്. സൂറത്തുൽ ആദിയാത്ത് ഓതിയാൽ നമുക്ക് സൂറത്തുൽ ആദിയാത്ത് ഓതാം. ഓതിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير لا إله إلا الله والله أكبر ولله الحمد. سورة العاديات اوكي. والعاديات ضبحا والعاديات ضبحا فالموريات قدحا فالموريات قدحا فالمغيرات صبحا فالموريات قدحا قافنه فالمغيرات صبحا صادنه സുബഹ സു അല്ല സു ആണ്. فأثرن به نقعا فوسطن به. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഫവ എന്ന് പറയുമ്പോൾ ഫാൻ്റെ ഉടനെ വാവെന്നാലേ ഫവ ആവാൻ പാടില്ല. നമ്മൾ പറയില്ലേ ഇത് ഫെവിക്കോൾ എന്ന് പറഞ്ഞതുപോലെ ഫവ ആവാൻ പാടില്ല. ഫവസഖന ബിഹി എന്നു പറഞ്ഞ് ഫായും വായും ശ്രദ്ധിച്ച് ചുണ്ടുകൾ താഴെ പല്ലിൽ തട്ടി വാ പറയുന്നത് സൂക്ഷിച്ച്. ഫ പറയുമ്പോൾ അല്പം കാറ്റുവരും പറ. ഫ ഫി ഫു എന്ന് മലയാളത്തിലെ വലയും വിലയും അറബി വാവിന് വരുകില്ലേ അല്ലേ? ഒരുപാട് കേട്ട പാട്ടാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയ മാത്രം. ഫവസഖന ബിഹി എന്ന് വെച്ച് ഫവസഖന ബിഹി എന്ന് സ്വസ ആകാൻ പാടുണ്ടോ? അതും പറ്റില്ല. فوسطن به جمعا إن الإنسان لربه لكنود إن الإنسان لربه لكنود وإنه على ذلك لشهيد
وإنه لحب الخير لشديد قلقلة أفلا يعلم إذا بعثر ما في القبور أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور يعني وحصل ما في الصدور അടുത്തതോ إن ربهم بهم يومئذ لخبير okay? إن ربهم بهم يومئذ لخبير إن ربهم بهم ميم الشاشة با يومئذ لخبير راء ترقيق ഓക്കെ സദഖല്ലാഹുൽ അളീം. അള്ളാഹു കബൂലാക്കട്ടെ. പടച്ചോനെ ഈ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾ ഇത്രയും വണ്ണമേറിയ പ്രതിഫലമുള്ള സൂറത്തുകളാണ് അള്ളാഹുവെ ഓതിയത്. 1 2 10 100 1000 ആളല്ല. പടച്ചവനെ ഈ ദുആ ചെയ്യുന്ന സമയത്ത് നിന്നിലേക്ക് എത്രയായിരം കൈകളാണ് അള്ളാഹുവെ ഉയർത്തിയിരിക്കുന്നത്. പടച്ചവനെ ഞങ്ങളാരുടെയും കൈകളെ നീ തട്ടിക്കളയല്ലേ അള്ളാഹ്. ഞങ്ങളെ ദുആ കബൂലാക്കണേ അള്ളാഹ്. പടച്ചവനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത് നിൻ്റെ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി പഠിച്ച് അതിലെ നിയമങ്ങളൊക്കെ വളരെ ക്ലിയറായി പറഞ്ഞു മനസ്സിലാക്കി അള്ളാഹുവെ അതിനെ മുൻനിർത്തിയിട്ടാണ് സാധുക്കളായ ഞങ്ങളെ നീ തട്ടല്ലേ അല്ലാഹ്, നീ തട്ടല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പുറത്ത് ഞങ്ങളെ കൽബുകളൊക്കെ നന്നാക്കി തന്ന് അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളോടൊപ്പം സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കും കാലം അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനുള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് അല്ലാഹ്. അതിൽ ഹലാലായതെല്ലാം നീ നിറവേറ്റിത്തരണേ അല്ലാഹ്, നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഇതൊക്കെ സാധുക്കളായി ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് മുൻനിർത്തിയാണ് അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നത്. ഈ നിൻ്റെ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയ ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുള്ള ഉമ്മമാരും ഉപ്പമാരും വല്യുമ്മമാരും വല്യുപ്പമാരും ചെറിയ മക്കളുമുള്ള ഈ ജംഇന്, ഈ കൂട്ടത്തിന്, ഈ തദ്രീബ് കുടുംബത്തിന് അല്ലാഹുവേ നിൻ്റെ റഹ്മത്ത് നീ ചൊരിയണേ അല്ലാഹ്, നിൻ്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ചൊരിയണേ അല്ലാഹ്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഇഷ്ടജനങ്ങൾ നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട് അല്ലാഹുവേ. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലാഹുവേ. തദ്രീബ് കുടുംബത്തിലെ ഞങ്ങൾ പലർക്കും അല്ലാഹുവേ നീ എല്ലാം അറിയുന്ന ആളാണല്ലോ, നീ എല്ലാം കാണുന്നവനാണല്ലോ അല്ലാഹ്. പടച്ചവനെ ഈ ഖുർആനിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. പടച്ചവനെ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ, കൈവേദന, കാലുവേദന, തലവേദന, വയറുവേദന തുടങ്ങി ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ, എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളവരുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും നീ ആജിലായ താമായ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് പ്രായമുള്ള വല്യമ്മമാരും ഉപ്പമാരും ഉമ്മമാരും എല്ലാം ഉണ്ട്. അവർക്കൊക്കെ നീ തുണയാകണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും ഖൈറായ ജീവിതം നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് ആളുകൾ പേഴ്സണലായും അല്ലാതെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ ഓരോന്ന് പറയുന്നില്ല. പടച്ചവനെ നിനക്കറിയാമല്ലോ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാനും
അതൊഴിവാക്കിത്തരാനും കഴിവുള്ള നാഥാ അള്ളാഹുവേ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ റാഹത്ത് നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട്, മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി. മക്കൾക്ക് ഒരുപാട് അസുഖങ്ങൾ, മക്കൾക്ക് വിക്കുള്ളവരുണ്ട്, സംസാരിക്കാൻ പ്രയാസമുള്ളവരുണ്ട്, പഠനത്തിൽ ശ്രദ്ധയില്ലാത്ത മക്കളാണ് എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത പ്രയാസമുള്ള മക്കളുണ്ട്. അള്ളാഹുവേ, ഓപ്പറേഷന് വേണ്ടി ഡേറ്റും സമയവും കൊടുത്തവരുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ലാ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ, ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ ബിസിനസ്സുകളിൽ വലിയ പുരോഗതി ഉണ്ടാവണം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരുടെയും ബിസിനസ്സുകളിലും ഞങ്ങളെല്ലാവരുടെയും ജോലികളിലും കൃഷികളിലും ഏർപ്പാടുകളിലും എല്ലാം നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ശാരീരികമായി ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ട്. അള്ളാഹുവേ, എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. സാമ്പത്തികമായി വലിയ ബാധ്യതകളുള്ളവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ പലർക്കും വലിയ ഭീമമായ കടബാധ്യതയുള്ളവരാണ് അല്ലാ. അതെല്ലാം വീട്ടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു തരണേ അല്ലാ, നീ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ നിൻ്റെ ഇഷ്ടപ്പെട്ട വിജയികളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. മാനസികമായി ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെല്ലാ ഹമ്മുകളും ഗമ്മുകളും നീ മാറ്റി ഞങ്ങൾക്കെല്ലാം മനസ്സമാധാനം നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് സഹോദരിമാരുണ്ട്, പുറത്തു പറയാൻ കഴിയാത്ത വിഷമമുള്ള അസുഖങ്ങളുള്ളവരുണ്ട്. പടച്ചവനെ, നിനക്കറിയാമല്ലോ എല്ലാം. നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, അള്ളാഹുവേ, എല്ലാ ഷെറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ഇനിങ്ങളെ അയിനെ തൊട്ട് കാക്കണേ അല്ലാ. അള്ളാഹുവേ, എല്ലാ ഫിത്ന, ബലാ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറ് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നേതാക്കൾ, ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളെ സുൽത്താനുൽ ഉലമയടക്കമുള്ള നേതൃത്വം, അള്ളാഹുവേ, അവരാണ് ഞങ്ങൾക്ക് ഈ വലിയ സൗഭാഗ്യത്തിന് അവസരമൊരുക്കിയത്. അള്ളാഹുവേ, ഞങ്ങളെ മുഴുവൻ നേതാക്കൾക്കും അള്ളാഹുവേ നീ ഖൈറും ബറക്കത്തും ആഫിയത്തും ഹിമ്മത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ സമസ്തയുടെ വലിയ ആലിമീങ്ങളുണ്ട്. അള്ളാഹുവേ, അവരുടെ തണലിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വമുണ്ട്. അള്ളാഹുവേ, SYS-ൻ്റെയും SSF-ൻ്റെയും SJM-ൻ്റെയും SME-യുടെയും തുടങ്ങി ഞങ്ങളെ പ്രാസ്ഥാനിക കുടുംബത്തിലെ ഞങ്ങളുടെ നേതാക്കൾ ധാരാളമുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ വലിയ ഇസ്സത്തും ഹിമ്മത്തും നൽകി അവരുടെ കീഴിൽ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഒരുപാട് നേതാക്കളുണ്ട്, അവർക്കെല്ലാവർക്കും നീ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ നൂറും വെളിച്ചവും അവരുടെ ഖബറുകളിലേക്ക് നീ കാണിച്ച് റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ പ്രവർത്തകർക്കും, പ്രസ്ഥാന കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും, അവരുടെയൊക്കെ കുടുംബത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. അങ്ങനെ ഞങ്ങളെ മുഴുവൻ ആളുകളെയും, തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കുടുംബത്തെയും നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ ആലിമീങ്ങളോടൊപ്പം, സദാത്തീങ്ങളോടൊപ്പം, ഉലമാഇനോടൊപ്പം, ഉമറാഇനോടൊപ്പം, പ്രവർത്തകരോടൊപ്പം അല്ലാഹുവേ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالغادي رسول الله وكل مجاهد
إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله